ഹായ് ഫ്രണ്ട്സ്, സ്നേഹത്തോടെ അനീസ് പട്ടാമ്പിയാണ്. ഞാനെന്നുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളും ഇവിടെ അടിപൊളി ഒരു കുളമുണ്ട്, നാനാച്ചി കുളം. അതൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ മറക്കരുത്. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞങ്ങളവിടുത്തെ റോഡാണ്. വടക്കുമുറിയിൽ നിന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഏരിയയാണിത്. ഈ സൈഡ് മൊത്തം കുന്നാണ്. ഇതാണ് കോലിക്കുന്നിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ കാരക്കുത്ത് നിന്ന് തുടങ്ങിയിട്ട് വടക്കുമുറി ഭാഗത്ത് അവസാനിക്കുന്ന ഒരു ഏരിയയാണ് കോലിക്കുന്നിൻ്റെ. ഒരുപാട് പക്ഷികളും മൃഗങ്ങളൊക്കെ ഈ ഏരിയയിലുണ്ട്. നല്ല സ്റ്റൈലായിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടുത്തെ കോറിക്ക് പോണ വഴി കേട്ടോ. വർഷക്കാലത്ത് നിറഞ്ഞൊഴുകണ ഒരു കോറിയാണ്. ഇപ്പോൾ മഴ കമ്മിയായതുകൊണ്ടാണ് നല്ല വെള്ളം ഉണ്ടായാലുണ്ട് ഇതിൽ. അപ്പോൾ ഇതാണ് കോറി കേട്ടോ. കുറേ കാലം മുന്നേ ഇവിടെ കല്ലൊക്കെ എടുത്തിരുന്നതാണ്. ഇവിടെ രാത്രി പന്നികൾ അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കണതാണ്. ഈ കുന്നിൻ്റെ മുകളിലുള്ള ഇവിടെ ധാരാളം മൃഗങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. പിന്നെ ഇവിടെ ഈ ഏരിയയിൽ വേനൽക്കാലത്തും ഭയങ്കര തണുപ്പാട്ടോ. ഈ മരങ്ങൾ ഉണ്ടാവുകൊണ്ട് തന്നെ ചൂട് വല്ലാതില്ല. ഇവിടെ വന്നാലിന് അറിയാം, വേനൽക്കാലത്തൊക്കെ നല്ല സുഖമാണ്. ഫാനിൻ്റെ ആവശ്യമൊന്നും അധികം വരുന്നില്ല. പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ മരങ്ങളുണ്ടാവുന്നുണ്ട്. ഈ മരങ്ങളൊക്കെ പോയാലാണ് ഇവിടെ ചൂടുണ്ടാവുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് 1 കിലോമീറ്ററോളം കാരക്കുത്ത് വരെ ഫുള്ള് മരങ്ങളാണ്. കോലിക്കുന്നിൻ്റെ ലാസ്റ്റ് ഈ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു നോക്കുകയാണ്. ഈ റോഡ് നേരെ കരുവാമ്പടി ഭാഗത്തേക്ക് എത്തും. നാനാച്ചിക്കുളമൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ചും കൂടി പോയാൽ മതി, 1/2 കിലോമീറ്റർ കൂടി പോയാൽ നാനാച്ചിക്കുളം എത്തും. ഈ ഭാഗത്തൊന്നും വീടുകൾ കുറവാട്ടോ. പിന്നെ കുറച്ചിങ്ങനെ നടന്നാൽ ഇതാ നമ്മളെ ഒരു ഫാമാണ് ഇവിടെ. അഷറഫ് പുളിക്കലിൻ്റെ ഫാമിൻ്റെ മുന്നിൽ കൂടെ പോണത്. ഈ ഏരിയയിലൊക്കെ ഫുള്ള് തെങ്ങും തോട്ടങ്ങളാണ്. അപ്പോൾ അവിടെ ഫാമിൻ്റെ ഏരിയ കഴിഞ്ഞു. ഈ ഭാഗത്തൊക്കെ കുന്ന് തന്നെയാണ്. ഇതിവിടെ ധാരാളം മയിലുകളുണ്ട് കേട്ടോ. പക്ഷികൾ കണ്ടമാനുണ്ട് ഇവിടെ. ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരണം. ഈ ഏരിയയിൽ ഇപ്പം കുന്നാണ്. മയിലുകളാണ് ഏറ്റവും കൂടുതൽ ഈ ഏരിയയിൽ കാണുന്നത്. ഇവിടുത്തെ കൃഷികളെല്ലാം നശിപ്പിക്കുന്നത് ഇപ്പോൾ മയിലുകളാണ്. ഒരു പയറോ ഒരു മുളകൊന്നും ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യമില്ല. ഇപ്പോൾ കണ്ടമാനം മയിലുകളുണ്ട് ഈ ഏരിയയിൽ. മയിലുകളിതാ പറന്ന് വരുന്ന ഒരുപാട് കൂട്ടം കൂട്ടമായിട്ട്. ഇതേപോലെ തന്നെ ഇവിടെ കുറുക്കന്മാരുണ്ട് ഒരുപാട്. രാത്രി പന്നികളുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ. ഇതുകൊണ്ട് ഒരു പരുന്തിങ്ങനെ താഴത്തു കൂടെ പറന്ന് വരാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അതൊരു മയിൽ പീലൊക്കെ വിരിച്ച് നല്ല ഭംഗിയായിട്ട് കണ്ട് ആ വീടിൻ്റെ മുകളിൽ. നല്ല അതിമനോഹരമായൊരു കാഴ്ചയാണ് കാണാനുള്ളത്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടെ ഈ ഏരിയയിൽ വന്ന രാവിലെ കാണേണ്ട ഓരോ കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ നാനാച്ചിക്കുളത്തിൻ്റെ അവിടെ എത്തിക്കണു. രാവിലെ കൊണ്ട് ആൾക്കാരൊക്കെ കുറവാണ് കുളിക്കാനൊക്കെ. അപ്പോൾ ഇതാണ് നാനാച്ചിക്കുളം. ഇവിടെ പ്രത്യേക ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബോർഡിൽ എഴുതിയ പോലെയൊക്കെ എല്ലാവരും അനുസരിച്ച് ഇവിടെ വന്ന് കുളിക്കുക. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. നല്ല കുണ്ടാണ് കുളത്തിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളിവിടെ നീന്തക്കം പഠിക്കാൻ വരുന്ന ഒരു ഏരിയയാണിത്.
ഇവിടെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനൊക്കെ സുഖമാണ്. ഇതുകൊണ്ട് ഇത്രയും ഏരിയ ഒരു പടവുണ്ട്, 4 പുറം. ഈ കുളത്തിൻ്റെ 4 പുറം ഇങ്ങനെ ഒരു പടവുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് നീന്തലൊക്കെ പഠിക്കാൻ സുഖമാണ് ഇവിടെ വന്നാൽ. പിന്നെ ഇതിൻ്റെ താഴേക്കാണ് കുണ്ടുള്ളത്. നീന്തലൊക്കെ പഠിക്കാൻ നല്ല ശ്രദ്ധിക്കണം, നല്ല അറിഞ്ഞ ആൾക്കാരെ കൊണ്ട് വരണം. അപ്പോൾ നമ്മളെ ഏരിയയിൽ പറ്റിയൊരു ഏരിയയാണ് ഇത്. കരുവാമ്പടി കിഴങ്ങൻചാലിലാണ് ഈ കുളം സ്ഥിതിയാണ്. നാനാച്ചിക്കുളം ഭയങ്കര ഫേമസ് കുളമാണ്. ഇപ്പോൾ നല്ല വൃത്തിയായി പണിയെടുത്തൊരു കുളമാണ്. ഈ കുളത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 പുറം ഇങ്ങനെ നടക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ രാവിലെ വന്ന് കുറേ ആൾക്കാരൊക്കെ നടക്കണതാണ്. അപ്പോൾ ഈ കരുവാമ്പടി പ്രദേശം, കാരക്കുത്ത് പ്രദേശങ്ങളിലുള്ളവർക്ക്, മാഞ്ഞാമ്പ്ര, അവർക്കൊക്കെ നല്ല അടിപൊളി ഉപകാരപ്പെടുന്ന ഒരു കുളമാണിത്, നാനാച്ചിക്കുളം. നല്ല വൃത്തിയിൽ പണിയെടുത്തുകൊണ്ട് നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട്. പിന്നെ നല്ല ഒഴുകുണ്ട് കേട്ടോ. കച്ചറ വെള്ളം, നല്ല ശുദ്ധമായ വെള്ളമാണ്. ഈ കുളത്തിൻ്റെ 4 പുറമുള്ള ഒരു ഏരിയയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ കേട്ടോ കാണാൻ. നല്ലൊരു സീനറിയാണ്. അപ്പോൾ ഇങ്ങനെ കുളം അടുത്തുള്ളവരൊക്കെ വന്ന് രാവിലെയൊക്കെ ഒന്ന് നീന്തി കുളിച്ചിട്ട് അത് നല്ലൊരു വ്യായാമമാണ്. പിന്നെ ഇതേപോലത്തെ നാനാച്ചിക്കുളത്തിലൊക്കെ വന്ന് കുളിക്കാൻ പറ്റുന്ന സൗകര്യമുള്ളവർക്ക് ഇവിടെ വന്ന് കുളിക്കാം. അത്യാവശ്യം നടക്കാനുള്ള ഏരിയ ഉണ്ട്, നീന്താനുള്ള ഏരിയ ഉണ്ട്. നല്ല പ്രകൃതി ഭംഗിയായ ഏരിയയാണ്. രാവിലെ കൊണ്ട് ആരുമില്ല കേട്ടോ. ഞാനും ബിൻഷാദ് ഒറ്റക്കുള്ളൂ. അപ്പോൾ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ പോവുകയാണ്. ഞാൻ അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സ്നേഹത്തോടെ അനീസ് പട്ടാമ്പി.